ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുടുംബം, തിരുക്കുടുംബം വിചിന്തനം നമുക്ക് തുടരാം. നമ്മളിന്ന് ധ്യാനിക്കുന്ന വിഷയം, കുടുംബവുമായി ബന്ധപ്പെടുത്തി ധ്യാനിക്കുന്ന വിഷയം, കുട്ടികൾ ദൈവത്തിൻ്റെ ദാനമാണ്. നമുക്കറിയാം, അപ്പൻ, അമ്മ, മക്കൾ ചേരുന്നതാണ് ഒരു കുടുംബം. അതുകൊണ്ട് ഈ മക്കൾ ആരാണ് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. അവർ ദൈവത്തിൻ്റെ സമ്മാനമാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. സങ്കീർത്തനം 127 മൂന്നാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2373, 2378 ഇതെല്ലാം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. അവിടെ പറഞ്ഞിരിക്കുന്നത്, വിവാഹത്തിലെ പരമമായ ദാനമാണ് മക്കൾ. ഒരു കുഞ്ഞ് എന്ന് പറയുന്നത് വിവാഹത്തിലെ പരമമായ ദാനം, ദൈവത്തിൻ്റെ ദാനം, ദൈവത്തിൻ്റെ സമ്മാനം. അപ്പം അതുകൊണ്ട് തന്നെ സഭ പഠിപ്പിക്കുകയാണ്, ഗർഭധാരണത്തിൻ്റെ നിമിഷം മുതൽ എല്ലാ വ്യക്തിയും ആദരിക്കപ്പെടണം. വ്യക്തമായൊരു ആദരവ് ഗർഭസ്ഥ ശിശുവിനും നൽകിയിരിക്കണം സഭ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ ഇവിടെ നമ്മൾ കാണുകയാണ്, യാക്കോബിന് 2 ഭാര്യമാരുണ്ടായിരുന്നു, ലയ, അതുപോലെ തന്നെ റാഹേൽ. ലയ കാണാൻ അത്ര സുന്ദരിയായിരുന്നില്ല, അവളെക്കാൾ സുന്ദരിയായിരുന്നു റേച്ചൽ. നമ്മൾ കാണുന്നു, ലയ പ്രസവിക്കുമ്പോഴെല്ലാം റേച്ചലിൻ്റെ മനം തകർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അവൾക്ക് സന്താനഭാഗ്യം ലഭിച്ചിരുന്നില്ല. ഇനി ഇവിടെ നമ്മൾ കാണുകയാണ്, അവൾ യാക്കോബിനോട് പറയുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. 30-ാം അധ്യായം 2-ാമത്തെ വചനം, എനിക്ക് മക്കളെ തരിക, അല്ലെങ്കിൽ ഞാൻ മരിക്കും. സന്താനഭാഗ്യം ലഭിക്കാതിരുന്നതിൻ്റെ പേരിൽ അവളുടെ മനസ്സിൻ്റെ വ്യഥ എത്ര വലുതായിരുന്നു എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. പറയുണ്ട്, ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ സമ്മാനമാണ് മക്കള്. അത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നപ്പോഴാണ് ഗർഭധാരണം സംഭവിച്ചത്, അതോ പ്രതീക്ഷിക്കാതിരുന്നപ്പോഴാണോ, ഒന്നും നോക്കേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ എന്നുള്ളത് കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, മക്കളോട് മാതാപിതാക്കൾക്ക് കടമയുണ്ട്, അതുപോലെ തന്നെ മക്കൾക്ക് ചില കടമകളുണ്ട്. ഈ കടമകൾ നിറവേറ്റുന്ന കുടുംബങ്ങളിലാണ് ഒരു ക്രിസ്തീയ അന്തരീക്ഷം വാഴുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തെ കൊടുത്ത് മക്കളെ വളർത്താൻ മാതാപിതാക്കൾക്ക് ദൈവം ഒരു നിർദ്ദേശം നൽകുന്നത്. കാരണം അവിടെ പറഞ്ഞിരിക്കുന്നത്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. ദൈവം നമ്മുടെ മക്കളിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഫലപ്രദമായതൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. വീണ്ടും പ്രാർത്ഥന കൊടുത്ത് മക്കളെ വളർത്തേണ്ടവരാണ് മാതാപിതാക്കൾ. ഇതിന് കാരണം ലൂക്ക 1:37 നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിന് എന്തെങ്കിലും അസാധ്യമാണോ? മക്കളുടെ ജീവിതത്തിലാണേലും പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ നാം അവർക്ക് കൊടുക്കേണ്ടത് പ്രാർത്ഥനയാണ്. ഒരുപക്ഷെ അവരുടെ ഡിമാൻഡെല്ലാം നമുക്ക് നിറവേറ്റാൻ സാധിച്ചെന്ന് വരില്ല, പക്ഷെ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കും. അപ്പോൾ അവരുടെ കാര്യങ്ങൾ ദൈവം നടത്തി കൊടുക്കും. നിയമാവർത്തനം 8-ാം അധ്യായം 5 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, ശിക്ഷണം നൽകി വേണം മക്കളെ മാതാപിതാക്കൾ വളർത്താൻ. എന്നിട്ട് അവിടെ പറയുകയാണ്, പിതാവ് പുത്രനെ എന്ന പോലെ ദൈവം നമുക്ക് ശിക്ഷണം നൽകുന്നു. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ ശിക്ഷണം, ദൈവം നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. ആ ഒരു കാഴ്ചപ്പാടിൽ മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കേണ്ട ശിക്ഷണം കൊടുക്കണം. സുഭാഷിതങ്ങൾ 13:24, സ്നേഹമുള്ള പിതാവ് മക്കൾക്ക് ശിക്ഷണം നൽകും. പ്രഭാഷകൻ 30:8, ശിക്ഷണം ലഭിക്കാത്തവർ
തന്നിഷ്ടക്കാരായി മാറും. അവസാനമായിട്ട് മക്കൾ അവരുടെ ഏതാനും കടമകൾ മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ്. തോബിത്ത് 4-ാം അധ്യായം 5-ാമത്തെ വചനം, ദൈവത്തെ ഒരിക്കലും മറക്കരുത്. മക്കൾ ദൈവത്തെ മറക്കരുത്. 4-ന്റെ 3-ാമത്തെ വചനം എടുത്താൽ മക്കൾ അവരുടെ അമ്മയെ മറക്കരുത്, അല്ലെങ്കിൽ മാതാപിതാക്കളെ മറക്കരുത്. 4-ാം അധ്യായം 7-ാമത്തെ വചനം എടുത്താൽ ദാനധർമ്മം ചെയ്യാൻ മടിക്കരുത്. 4-ന്റെ 15 പറഞ്ഞിട്ടുണ്ട്, നിനക്ക് അഹിതമായത് മറ്റുള്ളവരോട് ചെയ്യരുത്. പ്രിയപ്പെട്ടവർ, ഇതെല്ലാം തോബിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്ന കാര്യങ്ങൾ ഇതെല്ലാം മക്കളുടെ കടമയായിട്ട് നമുക്ക് കാണാൻ പറ്റും. പ്രഭാഷകൻ 3-ാം അധ്യായം നമുക്ക് സുപരിചിതമാണ്. മാതാപിതാക്കളെ ആദരിക്കുന്നവരായിരിക്കണം മക്കൾ, വേദനിപ്പിക്കുന്നവരാകരുത്. വേദനിപ്പിച്ചാൽ വൻ നഷ്ടം, വൻ നാശം നമ്മുടെ ജീവിതത്തിൽ വരാം. 7-ാം അധ്യായം 27-28 വചനങ്ങൾ എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, മാതാപിതാക്കളുടെ ദാനത്തിന് നിനക്ക് എങ്ങനെ പ്രതിഫലം നൽകാൻ സാധിക്കും. അവരെ ദ്രോഹിച്ചാൽ ഉണ്ടാകാവുന്ന അവസ്ഥയെക്കുറിച്ച് സുഭാഷിതങ്ങൾ 20-20 പറയുന്നുണ്ട്, നിന്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. സുഭാഷിതങ്ങൾ 30-17 വായിച്ചാൽ അവരെ പ്രാകുകയോ അവരോട് അനാദരവ് കാണിക്കുകയോ ചെയ്യുന്നവൻ്റെ കണ്ണുകൾ മലങ്കാക്ക കൊത്തിയെടുക്കും. പറയുകൊണ്ട് ആ ശിക്ഷ വളരെ വലുതാണ് എന്നുള്ളത് വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. പറയുകൊണ്ട് മക്കളെന്ന നിലയിൽ, മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മുടെ കടമ നിറവേറ്റി ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാൻ വേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്നൊരു കോമൺ നിയോഗമായിട്ട് വെക്കുന്നത് സന്താനഭാഗ്യം ലഭിക്കാതെ വിഷമിക്കുന്ന ദമ്പതിമാർക്ക് വേണ്ടിയാണ്. ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഇന്നത്തെ പ്രാർത്ഥനാ നിയോഗങ്ങളും യേശുവിൻ്റെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് നമുക്കിപ്പോൾ കുടുംബ പ്രതിഷ്ഠയിൽ പങ്കുചേരാം. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ മുദ്ര ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും ആശീർവദിക്കുകയും എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുകയും മേലിൽ പാപം ചെയ്യാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബത്തെ തിരുക്കുടുംബത്തിൻ്റെ സാദൃശ്യത്തിൽ രൂപപ്പെടുത്തണമേ. മറിയത്തിൻ്റെ വിമല ഹൃദയവും മാറി യൗസേപ്പ് പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവൻ ഇതിൻ്റെ സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ മർഗരീത്ത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്കിനി താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുകയും ചെയ്യാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകമാസകലമുള്ള എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിലും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലും ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളെ സംരക്ഷിക്കണമേ, ഞങ്ങളെ പരിപാലിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.